നേരത്തെ അനാവശ്യമായി ബലം പിടിച്ച് ഒരുപാട് നവോത്ഥാന സമിതി ഉണ്ടാക്കി, നവോത്ഥാന മതിലുണ്ടാക്കി, ആചാരം സംരക്ഷിക്കണമെന്ന് പറഞ്ഞവരെ പരിഹസിച്ചു, പിന്തിരിപ്പന്മാരായി കണക്കാക്കി, മോശമാണെന്ന് പറഞ്ഞു. അപ്പം അതിലേക്ക് തിരിച്ചു വരികയാണ്. CPM വരുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തപ്പോൾ ദേവസ്വം ബോർഡ് ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അസന്റ് ഇല്ലാതെ ദേവസ്വം ബോർഡ് ആ തീരുമാനം എടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഗവൺമെൻറ് എടുക്കേണ്ട ആ തീരുമാനം. മന്ത്രിമാരുൾപ്പെടെ പറഞ്ഞത് വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന നിലപാട് ഉണ്ടാകും എന്നുള്ളതാണ്. നേരത്തെ അങ്ങനെയല്ല പറഞ്ഞത്. നേരത്തെ വിശ്വാസികൾക്കൊപ്പം നിന്ന് ഞങ്ങളെല്ലാം പരിഹസിക്കുകയായിരുന്നു, വളരെ മോശക്കാരാക്കിയായിരുന്നു, പിന്തിരിപ്പന്മാരാക്കിയായിരുന്നു. ഇവർ പുരോഗമനാശയക്കാർ, വിപ്ലവകാരികൾ, നവോത്ഥാനക്കാർ. അപ്പോൾ ഇവിടെ പോയി ഇത്രയേ ഉള്ളൂ. ഈ സർക്കാരിൻ്റെയും CPM-ൻ്റെ ഒരു മനംമാറ്റത്തിൽ സന്തോഷമുണ്ടോ? അല്ല, അത് തീർച്ചയായിട്ടും മാറണമല്ലോ. അവരതിൻ്റെ പൊള്ളത്തരം തിരിച്ചറിഞ്ഞതാണ്. പിന്നെ മാറാനുള്ളൊരു ചമ്മലായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് അതിൽ നിന്ന് പോവുക എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അതിപ്പോൾ മാറിക്കാണുമായിരിക്കും. ചില നിലപാടുകൾ മുഖ്യമന്ത്രി സ്വീകരിച്ചാൽ അതിൽ നിന്ന് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടൊക്കെ സ്വീകരിക്കുന്ന ആളാണ് ഇരട്ടച്ചങ്കൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതിനിടയിലാണ് അതല്ല എന്നാണല്ലോ ഇപ്പോൾ തെളിയിച്ചത്. ഇതല്ല അദ്ദേഹം എടുത്ത തീരുമാനം തെറ്റായിരുന്നു. എന്താ തെറ്റ് തിരുത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമുക്കാണെങ്കിലും തെറ്റൊക്കെ സംഭവിക്കാം. തെറ്റ് സംഭവിച്ചാൽ നമ്മൾ തെറ്റ് തിരുത്തുന്നതാണ് ഭംഗി. പക്ഷെ ഇത്രയും വർഷം എടുക്കണ്ടായിരുന്നു.